ഈ പടം കണ്ടവരുണ്ടോ? ഞാൻ ചില പ്രത്യേക കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടത്. അന്ന് സാഹചര്യവശാൽ കുറച്ച് സമയം കൊല്ലാൻ വേണ്ടിയായിരുന്നു ഞാൻ തിയേറ്ററിലെത്തിയത്. അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നത് 2 ചിത്രങ്ങൾ. ഒന്നിതും മറ്റേത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ജനമൈത്രി എന്ന സിനിമയും. യെസ്, ആ രണ്ടാമത് പറഞ്ഞ സിനിമയ്ക്ക് വേറെ വലിയ അഡ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ള പടങ്ങൾ നിർമ്മിക്കുന്ന ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന ബാനറിന്റെ സിനിമയാണെന്നത് ഒഴിച്ച് എന്റെ കൂടെയുള്ള ആൾ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞതുമാണ്. അതായത് 2 ചിത്രങ്ങൾക്കും വലിയൊരു അഡ്രസ് അവകാശപ്പെടാനില്ല, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സിനിമയ്ക്ക് കയറിക്കൂടാ എന്ന്. പക്ഷെ ഞാൻ എന്റെ സ്വന്തം കാൽക്കുലേഷനിൽ ചിന്തിച്ച കാര്യങ്ങൾ ഇവയാണ്. ഈ പടത്തിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഏതാണ്ട് രക്ഷാധികാരി ബൈജു എന്ന സിനിമയുടെ ഒരു മട്ടുണ്ട് ഈ പടത്തിന്. സോ ബിജു മേനോന്റേതായി എനിക്ക് തിയേറ്ററിൽ നിന്ന് മിസ്സായ 2 മികച്ച സിനിമകളായിരുന്നു വെള്ളിമൂങ്ങയും രക്ഷാധികാരി ബൈജുവും. അങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടായിക്കൂടാ എന്നൊരു തോന്നൽ. അടുത്തത് കാര്യം അതൊരു ഔട്ട് ആൻഡ് ഔട്ട് വിനീത് ശ്രീനിവാസൻ ചിത്രമായിരുന്നെങ്കിലും ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രം സംവിധാനം ചെയ്ത ജി പ്രജിത്ത് ആയിരുന്നു ഈ സിനിമയുടെയും സംവിധായകൻ. സോ അതും ഒരു കാരണമായി കൂട്ടാം. ഇനി അവസാനത്തേതായിരുന്നു എന്റെ പഴയൊരു പ്രിയപ്പെട്ട നടി, വേണമെങ്കിൽ എന്റെ പഴയൊരു സെലിബ്രിറ്റി ക്രഷ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു ആക്ട്രസിന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ഒരു സിനിമ, സംവൃത സുനിൽ. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ച് ഞാൻ ഈ സിനിമയ്ക്ക് കയറാമെന്ന് പറയുകയും ഒടുക്കം ഞങ്ങൾ ഈ സിനിമ തന്നെ കാണുകയും ചെയ്തു. ഇനി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വെരി ബേസിക് മൂവി. എടുത്തു പറയത്തൊക്കെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന തരത്തിലും നമ്മൾ ചിന്തിക്കില്ല. എന്ന് വെച്ചാൽ ഓവറോൾ ഇറ്റ്സ് എ ഡീസന്റ് മൂവി. അപ്പൊ ഈ സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബൈ ദ വേ, ഈ പുള്ളി ഇപ്പൊ എവിടെ പോയി? ഇദ്ദേഹം ഈ അടുത്തായി അഭിനയിച്ച സിനിമകൾ എന്റെ കൺമുന്നിലേക്ക് എത്താത്തതാണോ, അതോ ഇദ്ദേഹത്തിൻ്റെതായി ഇപ്പൊ സിനിമകളൊന്നും ഇറങ്ങുന്നില്ലേ?